വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ നാട്ടിലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ഓടണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ റോഡിൻ്റെ കാര്യമൊക്കെ വളരെ മോശമായത് കൊണ്ടും നല്ല റോഡില്ലാത്തത് കൊണ്ടും അപ്പോൾ നല്ല റോഡുമ്പോൾ കൂടി പോണ വ്യത്യാസങ്ങളും നമ്മളെ റോഡും അതേപോലെ നമ്മളെ നാട്ടിൽ ഞാൻ എവിടേക്കൊക്കെ ട്രിപ്പ് പോണത്, അപ്പോൾ എനിക്ക് ഒരു ദിവസം ഏതൊക്കെ സ്ഥലത്തേക്ക് ട്രിപ്പ് കിട്ടുന്നത് അങ്ങനത്തെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം. ഓക്കെ, തേങ്ങ അപ്പോൾ ഗായ്സ്, നമ്മളെ റോഡിലെ അവസ്ഥ ഇതാണ്. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി. ഈ റോഡിൻ്റെ അവസ്ഥ ഇതിനെ ഇത്ര പോലെ ദിവസമായി ഇങ്ങനെ. നമ്മളെ നാട്ടിലെ ഏക ഒരു കുളമുള്ളത്, നാട്ടിലെല്ലാവരും വന്ന് കുളിക്കണ. അപ്പോൾ ആ കുളത്തിൽ ചോല എന്ന് പറഞ്ഞാൽ ചോലൻ്റെ അങ്ങോട്ടാണ് നമ്മളീ പോണത്. അയ്യോ മൂഞ്ചി നമ്മളെ കളി. ഇതാണ് ചോര, പുള്ളിക്കെടുത്തിട്ട് ചോര ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇതാണ് അപ്പോൾ ചോരൻ്റെ മറ്റുള്ള റോഡുകൾ ഏകദേശം ഒരുപാടായിപ്പോൾ ഈ റോഡ് ഇങ്ങനെ വളരെ മോശമായ ദയനീയമായ അവസ്ഥപ്പെട്ട നാട്ടിൽ ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ വൈലത്തൂർ പോകാൻ വേണ്ടി ഒരു വീട്ടിൽ ട്രിപ്പ് വന്നതാണ്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അവരെ വൈലത്തൂർ കൊണ്ടുപോയി ഇറക്കിയിട്ട് അവരെ സമയത്തിന് അങ്ങോട്ടാണ് ഇന്ന് അത് കൊണ്ടുപോയി ഇറക്കി. അപ്പോൾ വൈലത്തൂർ അവരെ കൊണ്ടുപോയി ഇറക്കിയിട്ടാണ് നേരെ നമ്മൾ തിരിച്ച് വീട്ടിങ്ങനെ പോകുന്നത്. ഇതിക്കല്ല അടുത്ത ട്രിപ്പ്, ഫോൺ കോൾ ട്രിപ്പല്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രം വീട്ടിൽ പോയി ഇവിടെ വീട്ടിൽ വൈഫൈമ കളിച്ചങ്ങനെ. ഇനി റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി നല്ല റോഡാണ് ഈ റോഡൊക്കെ കേട്ടോ. നമ്മളെ ഹൈവേ വരുന്ന നല്ല ഹൈവേ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല റോഡാണ്. അങ്ങനെ ഹോട്ടലിൽ കയറി ഞാൻ 2 പൊറാട്ടയും ചിക്കൻ കഴിച്ചു. അപ്പം 5000 നിന്നിട്ടും അരീക്കാട് പോണ വഴിയിട്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ് നല്ല റോഡാണ്. ഇതും ഏകദേശം അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ അവസ്ഥ ഉണ്ടാകും. ഇത്ര പൈസ മുടക്കിയിട്ടാണ് ഇവർ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ ഈ വീടൊക്കെ ഈ കോലത്തിലായത്. ആൾക്കാർ എത്ര ബുദ്ധിമുട്ട്, എത്ര ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇത് ഒന്നാമത്തെ നമ്മൾ ഈ വണ്ടിയിട്ടൊക്കെ നടക്കണമെങ്കിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരും ആൾക്കാർ ട്രിപ്പ് പിടിച്ചാൽ 5000 എന്ന് പറഞ്ഞാൽ അരീക്കാട്ടിൽ 5000 പോയിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അരീക്കാടാകുമ്പോൾ ഉള്ളേരും ഏത് വഴിക്ക് പോകാൻ വയ്യ. ആര് ട്രിപ്പ് പിടിച്ചാൽ നമ്മൾ എത്ര റിസ്ക് പോകണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറഞ്ഞാണ്ട് ഇപ്പോൾ എത്ര വെച്ചിട്ട് പറയാം, ആര് കേൾക്കാൻ, ആരോട് പറയാൻ. അതാണ് കടയിലെ അവസ്ഥ.
ഈ റോഡ് ഇപ്പോഴത്തെ എങ്ങനെ നന്നാവുമോ? അടുത്ത കാലത്തൊന്നും നന്നാവണോ? ഇതിപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ നാട്ടിലോട്ടോ. എൻ്റെ അയൽവാസിന് ട്രിപ്പ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല രസമല്ലേ കാണാൻ സ്ഥലം, ഇവിടെയൊക്കെ നോക്കും. ഒരു വൈരത്തൂർ ട്രിപ്പ് വന്നിട്ട്, അപ്പോൾ വൈരത്തൂരിന്ന് പിന്നെ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ വണ്ടിയിലാണോ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാല് മാറ്റത്തെന്താ നനഞ്ഞിക്കണേ? എന്താ നനഞ്ഞിക്കണേ? എന്താ പരിപാടി? എന്താ പരിപാടി? ആ അന്നടിക്കാനോ അല്ലേ? മെഷീൻ അടിക്കാൻ. അതിൻ്റെ പേരെന്താ? ഐബിൻ. ഐബിൻ മേലേതില് ഹൗസ് അരിക്കാട്. പരടക്ക കഴിഞ്ഞ നാട്ടിലെ മുഴുവൻ പൗരന്മാരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അവിടെ ട്രാക്ടർ കൂടുന്നു, ഇവിടെ എള്ളിടുന്നു, ഇടയ്ക്ക് കൃഷി നടക്കുന്നു. ഭയങ്കര ബിസിയുള്ള പാടം, ഭയങ്കര ബിസിയിലാണ് പാടം കിടക്കുന്നത്. നമ്മുടെ തോട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിലെ വെള്ളം ആ വീഡിയോ അതേപോലെ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ എടുത്തേക്കും. ഇത് യൂട്യൂബിലിടാൻ. ഹലോ ഗായ്സ്, അപ്പോൾ അടുത്ത സാധനമാണ് എൻ്റെ നെല്ലിക്കളാട്ടാ. ഇത് നോമ്പല്ലായിരുന്നു, എല്ലാവരും ആട്ടിച്ച് അതാ വാ ഇപ്പോൾ സമയം 4:30 ആയിട്ട്. അപ്പോൾ 4:30 എവിടെയെന്ന് അറിയാം, നമ്മൾ നേഴ്സിംഗ് ഹോം തിരൂര്. അപ്പോൾ തിരൂർ നേഴ്സിംഗ് ഹോമിലാട്ടോ. ഓ വെയിറ്റിംഗ് ആണ്. അപ്പോൾ തിരൂർ നേഴ്സിംഗ് ഹോമിലാവുന്നുള്ളൂ. അപ്പോൾ വെയിറ്റിംഗ് ആട്ടോ, വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ശേഷം ഒന്നും കൂടി തിരൂരിക്കുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കൊണ്ടുവച്ചില്ലേ
അപ്പോൾ തേങ്ങ ആട്ടം കൊണ്ടുവച്ച് കഴിഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രിപ്പുകൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മളെ ആകെയുള്ള ബെനിഫിറ്റ്.